മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ 12ാമത്തെ സെഷനിലാണ്. നമ്മൾ 11ാമത്തെ സെഷനിൽ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ലാസ്റ്റ് നമ്മൾ കോൺഫ്ലിക്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്, അതെങ്ങനെ റിസോൾവ് ചെയ്യാം, ഏതൊക്കെ ലെവലുണ്ടാവുന്നു. സോ അൾട്ടിമേറ്റ്ലി അതിലൊരു പോയിൻ്റ് കൂടി പറയാനുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഒരു മിനിമം ലെവൽ കോൺഫ്ലിക്റ്റ് വേണം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഒരു പിന്നെ ഒരു ഇൻവേർട്ടഡ് ബെല്ലിൻ്റെ ഷേപ്പിലുള്ള ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ദാറ്റ് മീൻസ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഒരു ഒപ്റ്റിമം ലെവൽ കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവണം, എന്നാലേ പെർഫോമൻസ് ഹൈ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു സെഷനിൽ 2ാമത്തെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ. ഓക്കെ, ഇൻഡസ്ട്രിയൽ റിലേഷനും ട്രേഡ് യൂണിയനും. അപ്പോൾ അതിൽ ആദ്യം നമ്മളുടെ ട്രേഡ് യൂണിയൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി എവിടെയുള്ളതും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള 2 ഗ്രൂപ്പുകളുണ്ട് അല്ലേ. എംപ്ലോയീസും എംപ്ലോയേഴ്സും എന്ന് പറഞ്ഞിട്ടുള്ള 2 ഗ്രൂപ്പുകളുണ്ട്. ഇവരില്ലാതെ നമുക്ക് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ സാധ്യമല്ല. പക്ഷേ ഇവരൊക്കെ തമ്മിലെന്ന് വെച്ചാൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്താഗതിയുള്ളവരും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കൂട്ടിയോജിക്കുമ്പോൾ പല പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും സ്ട്രഗിൾ ചെയ്യുന്നൊരു വിഭാഗമാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവർ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അവരെ ഇൻഹ്യൂമനായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു കാലഘട്ടം വരെ ഈ പറയുന്ന എംപ്ലോയീസിനെ മെഷീനെ പോലെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. അവർക്കൊരു മൈൻഡ് ഉണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അവരെ അടിച്ചമർത്തപ്പെടുകയും അവരെ കൊണ്ട് മാക്സിമം ചൂഷണം ചെയ്യുകയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും സാധിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇഫക്റ്റീവായിട്ട് ഒത്തുചേർന്ന് നിൽക്കണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ഇഫക്റ്റീവായിട്ട് എല്ലാ എംപ്ലോയീസും ഒത്തുചേർന്നാൽ, കാരണം ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ പോപ്പുലേഷനാണ് എംപ്ലോയേഴ്സിൻ്റെ പോപ്പുലേഷനിലും കൂടുതൽ. അപ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് ശക്തി തരും, അവരുടെ എല്ലാ അവകാശങ്ങളും അവർക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് അങ്ങനെ വന്നു. അങ്ങനെ അവരുടെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ കൊണ്ട് അവരൊരുപാട് സ്ട്രഗിൾ ചെയ്ത് അവരുടെ കാര്യങ്ങൾ സെക്യൂർ ആക്കാനായിട്ടാണ് ട്രേഡ് യൂണിയൻ എന്നുള്ള സംഭവം അവർ ഫോം ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഒരു കൂട്ടായ്മയുടെ അവർക്ക് കൂട്ടിയോജിച്ച് നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഫോം ചെയ്തതാണ് ട്രേഡ് യൂണിയൻസ്. ഇത് നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഒരു ഏജൻ്റായിട്ടും വളരെ ലാർജ് സ്കെയിലിൽ നമ്മുടെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനുമായിട്ട് നിലകൊള്ളുന്നതാണ്. ഇത് ശരിക്കും ഈ ട്രേഡ് യൂണിയൻസ് 2 ഫങ്ഷൻസാണ് ചെയ്യുന്നത്. ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും നമുക്ക് ഈ പറയുന്ന എംപ്ലോയീസ്, ഏണിംഗ് മെമ്പേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവരുടെ ഈ പറയുന്ന ഏണിങ്സ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യിക്കുക, അവർ കുറേ കൂടി നല്ല രീതിയിൽ അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് ഡെവലപ്പ് ആവുക എന്നുള്ള ആദ്യത്തെ ഉദ്ദേശം. 2ാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദ സെക്യൂരിറ്റി ഓഫ് ദി ജോബ്. ഒരു തരത്തിലും എംപ്ലോയീസിനെ ചൂഷണം ചെയ്യാതെ അവർ ചെയ്യുന്ന ജോലിക്ക് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെ ശരിക്കും ഒരുപാട് യൂണിയൻ വെൽഫെയർ ഫണ്ട് കൊണ്ടും അതുപോലെ എംപ്ലോയർ വെൽഫെയർ പ്രോഗ്രാം കൊണ്ടും പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടും ഒക്കെയാണ് സാധ്യമാക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് എൻവയോൺമെൻറ്റിൽ നമ്മളുടെ ട്രേഡ് യൂണിയൻസിനെ മാറ്റങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് കാണുന്നത്. സോ ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യം നോക്കാം. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് അസോസിയേഷൻ ആണ് അല്ലേ. ഒരു താൽക്കാലികമായിട്ടുള്ള അസോസിയേഷൻ അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള അസോസിയേഷനാണ്. ഈ വേജ് ഏണേഴ്സ്, നമ്മളുടെ ഈ പറയുന്ന ദിവസക്കൂലി എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വേജസ് അല്ലേ, ആ വേജസ് ഏൺ ചെയ്യുന്നവരുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അസോസിയേഷനാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ, ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ് ദ കണ്ടീഷൻ ഓഫ് ദെയർ വർക്കിംഗ് ലൈഫ്സ്. അവരുടെ ജോലി ലൈഫ്, കാരണം ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ഉണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ വർക്ക് ലൈഫിലുള്ള കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്
കണ്ടിന്യൂസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേജസ് ഏണേഴ്സിൻ്റെ ഒരു ഇതാണ് ട്രേഡ് യൂണിയൻ. ഇത് വെബ് എന്ന് പറഞ്ഞൊരു ഓഥറാണ് ഈ ഡെഫിനിഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ട്രേഡ് യൂണിയൻ്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ, അത് ട്രേഡ് യൂണിയൻ ആക്ട്, ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചിട്ടാണ്. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചിട്ട് ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, അത് ടെമ്പററി ആവാം, പെർമനൻ്റ് ആവാം. മെയിനായിട്ടും ഈ പറയുന്ന നമ്മളുടെ എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ടും, അത് എംപ്ലോയീസ് മാത്രമല്ല, എംപ്ലോയീസും എംപ്ലോയേഴ്സുമായിട്ടും. അപ്പോൾ 3 രീതിയിലുള്ള റിലേഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഫോം ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ട്രേഡ് യൂണിയൻ. ഓക്കെ, സോ ഇത് എന്തെങ്കിലും റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരിൽ ഇമ്പോസ് ചെയ്യാൻ, അവരിൽ ഏൽപ്പിക്കാനും, അതുപോലെ ഈ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടക്റ്റ് അത് ഫോം ചെയ്യാനുമായിട്ട്, അത് ഫെഡറേഷനായിട്ടോ യൂണിയനായിട്ടോ ഫോം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഈ ഒരു ഡെഫിനേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ ഒരു ആക്ട് അനുസരിച്ച് ട്രേഡ് യൂണിയനിൽ എംപ്ലോയേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പക്ഷേ സാധാരണ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയീസിൻ്റെ അസോസിയേഷനായിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു കണ്ടസ്റ്റനിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ BBA HRM സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ അസോസിയേഷനാണ്. ഓക്കെ, യൂണിയൻ, ഫെഡറേഷൻ എവിടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് എംപ്ലോയേഴ്സിൻ്റെ അസോസിയേഷനാണ്, അല്ലേ? എംപ്ലോയേഴ്സ് സുപ്പീരിയേഴ്സ് ആണ്, എംപ്ലോയീസ് സബോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ആ അർത്ഥത്തിലും കൂടി പറയാം. സബോർഡിനേറ്റ്സിൻ്റെ അസോസിയേഷനാണ് ട്രേഡ് യൂണിയൻസ്, സുപ്പീരിയേഴ്സിൻ്റെ അസോസിയേഷനാണ് യൂണിയൻ ഫെഡറേഷൻ. ഓക്കെ, അപ്പോൾ യൂണിയൻ ഫെഡറേഷനെയും ട്രേഡ് യൂണിയനെയും ഒരേപോലെ ഉൾക്കൊണ്ടിട്ടാണ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് ട്രേഡ് യൂണിയനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ എന്ത് യൂണിയൻ പറഞ്ഞാലും അതെന്താണ്, സബോർഡിനേറ്റ്സിൻ്റെ അസോസിയേഷനാണ്. യൂണിയൻ ഫെഡറേഷൻ എന്ന് വെച്ചാൽ സുപ്പീരിയേഴ്സിൻ്റെ അസോസിയേഷനാണ്. ഓക്കെ, സോ അവർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അസോസിയേഷനാണ്. അവരുടെ വർക്ക് ലൈഫിൻ്റെ കണ്ടീഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ അതിലൂടെ ബെറ്റർ ഹെൽത്ത്, നല്ല സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഫോം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ട്രേഡ് യൂണിയൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സ്പെസിഫൈ ചെയ്യുന്നത് അവരുടെ ഓർഗനൈസേഷൻ തന്നെ ഒരു ട്രേഡ് യൂണിയൻ ആയിട്ടാണ്. ഓക്കെ, പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അവർ രജിസ്ട്രാർ ഓഫ് ട്രേഡ് യൂണിയനിൽ അവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ എംപ്ലോയേഴ്സ് ഇതിൻ്റെ ഭാഗമല്ല. ആക്ച്വലി എംപ്ലോയേഴ്സിൻ്റെ വേറൊരു അസോസിയേഷൻ ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻ ഫെഡറേഷനാണ്. ഓക്കെ, അത് വ്യക്തമായിട്ട് ഇവർ എംപ്ലോയേഴ്സ് ഇതിലില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം നമ്മുടെ രജിസ്റ്റർ ഓഫ് ട്രേഡ് യൂണിയനാണ് ഓരോ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ്റെയും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് യൂണിയൻ സെൻട്രൽ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ്റെ അംഗീകാരം വേണ്ടതായിരിക്കണം. അപ്പം ട്രേഡ് യൂണിയൻ രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, അവർക്ക് സെൻട്രൽ ട്രേഡ് യൂണിയൻ്റെ ഓർഗനൈസേഷൻ്റെ അംഗീകാരം കൂടി ഉണ്ടാവണം. അപ്പം ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഈ ട്രേഡ് യൂണിയൻസിൻ്റെ ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും ചിലപ്പോൾ എല്ലാ ട്രേഡ് യൂണിയൻസിനും ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ മിക്കവാറും ഒരുവിധം എല്ലാ ട്രേഡ് യൂണിയൻസിനും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ട്രേഡ് യൂണിയൻസിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആദ്യം പറയുന്ന ട്രേഡ് യൂണിയൻ ഈസ് വോളണ്ടറി അസോസിയേഷൻ. ഇത് കമ്പൽസറി അസോസിയേഷൻ അല്ല, വോളണ്ടറിയാണ്. പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കുന്നത്, ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കുകയാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഇൻഡസ്ട്രീസിലും ഒന്നിൽ കൂടുതൽ ഓക്യുപ്പേഷൻസിലും ഒക്കെ ട്രേഡ് യൂണിയൻസ് വന്നേക്കാം. ഓക്കെ, പിന്നെ കോമൺ ഇൻട്രസ്റ്റ്. ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിലെ മെമ്പേഴ്സായിട്ടുള്ള വർക്കേഴ്സിന് ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ട്രേഡ് യൂണിയനിന് ഒരു ലീഡർ ഉണ്ടായിരിക്കും. അവർ ഈ പറയുന്ന കോമൺ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ മെമ്പേഴ്സായിട്ടുള്ളവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടി ലീഡ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും. പിന്നെ കളക്റ്റീവ് ആക്ഷൻസ്, എപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊരു കളക്റ്റീവ് ആക്ഷൻസ് ആയിട്ടാണ്. ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിലെ മെമ്പേഴ്സ് തമ്മിൽ ലീഡർ അടക്കം ഉള്ളവർ ഡിസ്കഷൻ വെച്ച് മീറ്റിംഗ് നടത്തി അത് കളക്റ്റീവായിട്ടായിരിക്കും അത് മാനേജ്മെൻറ്റിനോട് ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കളക്റ്റീവ് ആക്ഷനിലൂടെയാണ് ട്രേഡ് യൂണിയൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് നമ്മൾ ട്രേഡ് യൂണിയൻ്റെ നേച്ചർ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ വോളണ്ടറിലി ഫോം ചെയ്താലും പെട്ടെന്ന് ഫോം ചെയ്താലും അത് പെർമനൻ്റ് ആയിട്ട് തന്നെ ഫോം ചെയ്യുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ ട്രേഡ് യൂണിയൻ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഒരു ഒറ്റ പർപ്പസിന് വേണ്ടിയിട്ടല്ല, തുടർച്ചയായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു പർപ്പസ് അവർ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പർപ്പസ് അപ്പം തന്നെ സോൾവ് ചെയ്യപ്പെടുന്നില്ല, അത് കുറച്ച് സമയം എടുത്താണ് ചെയ്യപ്പെടുന്നത്, അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്തൊരു പർപ്പസ് വരും, അത് വീണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലും പെർമനൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള നല്ല ട്രേഡ് യൂണിയൻ ഫോം ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ ശരിക്കും എക്കണോമിക് ബെനിഫിറ്റ്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. പ്രത്യേകിച്ചും നമ്മളുടെ ലേബേഴ്സ് അല്ലേ, ഇപ്പം നമ്മളുടെ ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലേബർ മാർക്കറ്റിൽ നമുക്ക് എത്രത്തോളം ലേബേഴ്സിന് അവൈലബിലിറ്റി, അപ്പോൾ ആ സപ്ലൈ ഓഫ് ലേബറിനെയും കുറേ കൂടി സെക്യൂർ ആയിട്ട് ട്രേഡ് യൂണിയൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തേക്കും ഓരോ ലേബേഴ്സിനെ ഈ പറയുന്ന പോലെ അവരെ അവിടെ സപ്ലൈ ചെയ്യാനും അവരുടെ ഒരു വേജസ് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ടും അവരുടെ വർക്കിംഗ് കണ്ടീഷൻസൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ അതിലൊക്കെ നമ്മുടെ ട്രേഡ് യൂണിയൻസ് എൻഗേജ്ഡ് ആയിട്ട് അവരുടെ എക്കണോമിക് ബെനിഫിറ്റ്സിനെ സെക്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പല ട്രേഡ് യൂണിയൻസിൻ്റെയും ഗ്രോത്തിൽ ഒരുപാടധികം ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കലായിട്ടുള്ള പല മൂവ്മെൻറ്റ്സും നമ്മളുടെ ട്രേഡ് യൂണിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിൽ കാണുന്ന പല ട്രേഡ് യൂണിയൻസിൻ്റെയും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മെയിനായിട്ടും പല ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കീഴിലുള്ള ട്രേഡ് യൂണിയൻസിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ മറ്റുള്ള ബെനിഫിറ്റ്സ് നമ്മളുടെ ഈ ട്രേഡ് യൂണിയൻ വഴി എന്ന് പറയുമ്പോൾ ലേബേഴ്സിന് എക്കണോമിക് ബെനിഫിറ്റ്സ് കൂടാതെ കൾച്ചറലായിട്ടുള്ളതും പൊളിറ്റിക്കലായിട്ടുള്ളതും സോഷ്യലായിട്ടുള്ളതും സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ട്രേഡ് യൂണിയൻ കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്.